അമ്പലപ്പുഴയിൽ ശക്തനായ ഒരു എതിരാളി വന്നിരുന്നെങ്കിൽ സുധാകരൻ ഒരുപക്ഷെ വെള്ളം കുടിച്ചത്. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും ജയിച്ചു. അദ്ദേഹം അവിടെ നിന്ന് മാറിയതിന് ശേഷം, അഥവാ അദ്ദേഹത്തെ മാറ്റിയതിന് ശേഷം ആ സീറ്റിൽ കഴിഞ്ഞ തവണ എച്ച് സലാമാണ് മത്സരിച്ചത്. സലാം സുധാകരന് കിട്ടിയ അത്ര ഭൂരിപക്ഷത്തോടെ അല്ലെങ്കിലും ജയിച്ചു. അതാണ് പിന്നീട് വലിയ വിവാദത്തിലേക്കും അപവാദത്തിലേക്കും അന്വേഷണത്തിലേക്കും ഒക്കെ പോയത്. അവസാനം സുധാകരൻ പാർട്ടി വിട്ടു പോകുന്നതിലേക്കും പാർട്ടിക്കെതിരെ മത്സരിക്കുന്നതിലേക്കും വഴിതെളിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ രണ്ട് മുന്നണികളും അവിടെ വിജയം അവകാശപ്പെടുന്നുണ്ട്. സുധാകരൻ്റെ കണക്ക് പ്രകാരം അദ്ദേഹം വിജയിക്കും. സലാമിൻ്റെ കണക്ക് പ്രകാരം കുറച്ച് ബുദ്ധിമുട്ടും എങ്കിൽ പോലും അദ്ദേഹം ജയിക്കും. അദ്ദേഹം ഫേസ്ബുക്കിൽ അതിൻ്റെ കണക്ക് കിട്ടും. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്ര വോട്ടിൻ്റെ വ്യത്യാസം വരും, ഇന്ന വോട്ടുകൾ കൂടി എനിക്ക് കിട്ടും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജയിക്കും എന്നുള്ളത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കൂടി വീണ്ടും കണക്ക് പരിശോധിച്ചു. അവരും ഈ സുധാകരൻ്റെ ഭീഷണിയെ കുറച്ച് കാണാൻ തയ്യാറില്ല. എങ്കിലും